കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതവേളയാണ് ഇന്ന് പകൽ. കർത്താവ് നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ വായിച്ച അതേ അധ്യായം, സദൃശ്യവാക്യങ്ങൾ 16-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. സദൃശ്യവാക്യങ്ങൾ 16-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. വളരെ ചിന്തിപ്പിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കിന്ന് പകൽക്കാലം കർത്താവ് നൽകിയിരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നലെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇവിടെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നു, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം. സകലത്തെയും എന്ന് പറയുമ്പോൾ മനുഷ്യനെയും, സ്തോത്രം, എന്നാൽ ദുഷ്ടനെയും അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെ കൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഓരോന്നും സൃഷ്ടിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പേനയെ സൃഷ്ടിക്കുമ്പോൾ ആ കമ്പനിക്കാർക്കൊരു ഉദ്ദേശമുണ്ട്. ഇത് സിഗ്നേച്ചർ മാത്രം ഇടേണ്ട പേനയാണ്, അല്ലേ? ചില അധികാരികളുടെ കയ്യിലിരിക്കുന്ന പേന ഒരു MLA-യുടെ കയ്യിരിക്കുന്ന പേന അല്ല, ഒരു സാധാരണക്കാരൻ ലോട്ടറിക്കാരൻ്റെ കയ്യിരിക്കുന്ന പേന. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ഹോം മിനിസ്റ്റർ കയ്യിരിക്കുന്ന പേന അല്ല, അത്രയും വിലയുള്ള പേന അല്ല, ഒരു കൗൺസിലറുടെ കയ്യിരിക്കുന്ന പേന. അപ്പോൾ ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉദ്ദേശത്തിനായി ദൈവം ഓരോന്നിനെയും സൃഷ്ടിക്കുമ്പോൾ നോക്കിക്കേ, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കി എന്തിനെന്നറിയാം? ദൈവത്തെ ആരാധിക്കാൻ. ആമേൻ. ദൈവത്തെ ആരാധിക്കാനായി മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആമേൻ, ചിലർ ആലയം മാറി പോയി ആരാധിക്കാറുണ്ട്. ഒരാലയത്തിൽ കുറച്ച് ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് വേറൊരു ആലയത്തിൽ പോകും, അവിടെ കുറച്ച് ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് വേറൊരു ആലയത്തിൽ പോകും, അപ്പോൾ ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് മനുഷ്യൻ വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സർക്കാർ ജോലിക്കാരനെ പോലെയല്ല. അദ്ദേഹം 60 വയസ്സായ പെൻഷനാവും. എന്നാൽ ആജീവനാന്തം പെൻഷനില്ലാതെ ആജീവനാന്തം അത്ര പവർഫുള്ളോടെ ഹോളി സ്പിരിറ്റോടെ ജീവപര്യന്തം വിശ്വസ്തനായിരുന്നാൽ, ആമേൻ, അല്ലെങ്കിൽ മരണപര്യന്തം നീ വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം നീ എന്ത് ചെയ്യും? പ്രാപിക്കും. അപ്പോൾ പ്രമോഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ജോലിയിൽ നിന്ന് പെൻഷനായി പോകാത്ത ഒരു ജോലി ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയാണ്. ആമേ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ചോദിച്ചു, പാസ്റ്റേ, കർത്താവ് പറഞ്ഞല്ലോ വേലക്കാരൻ കൂലിക്ക് യോഗ്യനെന്ന്.
ഞാൻ എത്രയോ വർഷം കൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. എനിക്ക് ഇതുവരയ്ക്കും ആരും ഒരു കാണിക്കുകയും തന്നില്ല. സ്തോത്രം. നല്ല കാര്യമാണ്, നല്ല ചോദ്യമാണ്, കുറേ ആശയങ്ങൾ അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എത്ര വർഷം കൊണ്ടാണ് പഠിപ്പിക്കുന്നേ? അത് 10 വർഷമായി ഏകദേശം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട? പഠിപ്പിക്കണ്ട. കാരണം കൂലിയില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ? ദൈവകുഞ്ഞെ, ഒരു ദൈവ പൈതലിൻ്റെ പൗരത്വം, അവൻ്റെ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയാമോ? സ്വർഗത്തിലാണ്. പൗലൂസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി ഒരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോൾ, ആമേൻ, ദൈവ സൃഷ്ടിയല്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. ഒന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുമ്പോൾ, ആ ഉദ്ദേശം എന്ന് പറയുന്നത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി. സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു മനുഷ്യനും അത് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്താ? ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, അയ്യോ ഞാൻ ഇത്ര വർഷമായിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ പോയി നിന്ന് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ സാഹചര്യം തന്നത്. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയപ്പോൾ പറയുകയാണ്, അയ്യോ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഗസ്റ്റുകൾ വരുന്നുണ്ട്, പിള്ളേർ വിളിക്കുന്നുണ്ട് ആ സമയത്ത്. ആമേൻ. അല്ലെങ്കിൽ ആ സമയത്ത് പള്ളിയിലെ പാസ്റ്റർ കയറി വരും. ചിലരൊക്കെ പള്ളിയിലെ പാസ്റ്റർ കയറി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതെന്താ? പാസ്റ്റർ ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ എന്താ ബൈബിൾ കോളേജിൽ പഠിച്ച ആളല്ലേ? എൻ്റെ ദൈവ പൈതലേ, ദൈവം നിന്റെ പ്രാർത്ഥന നാളുകൾ കൊണ്ട് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ ഒരു ഉദ്ദേശത്തിനായി ദൈവം വിളിക്കുമ്പോൾ, ആ ഉദ്ദേശത്തിനകത്ത് നീ നിൽക്കണം. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കൂലിക്കാരന് ചോദിക്കാം, ഞാൻ രാവിലെ 8 മണിക്ക് പണി തുടങ്ങി, 5 മണിയായപ്പോൾ എൻ്റെ കൂലിതാ എന്ന് ചോദിക്കാം ധൈര്യമായിട്ട്. എന്നാൽ അവൻ ആ കൂലി കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പക്ഷേ അതല്ല ദൈവസന്നിധി. നീ വിശ്വസ്തനായിരുന്നാൽ നിനക്കൊന്നിനും മുട്ടില്ലാതെ അവൻ നിന്നെ നടത്തും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ അപ്പോസ്തലനായ പൗലൂസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ കാര്യം പറയുന്നു. സകലവും അവനിൽ നിന്നും, ആമേൻ, ഹല്ലേലൂയ, അവനിലും അവങ്കലേക്കും, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. കണ്ടോ ആ ദൂത്? കണ്ടോ? സകലവും അവങ്കിൽ നിന്നും, ആമേൻ, അവനിലും അവങ്കിലേക്കും, ആമേൻ, ആകുന്നുവല്ലോ. കണ്ടോ? അവനിൽ നിന്നും അവങ്കിലേക്കും, ആമേൻ, അവനിലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോ അതിന്റെ 33-ാമത്തെ വാക്യം പറയുന്നു, ഹേ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചലവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ.
അവന് മന്ത്രിയായവനാർ. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നിന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനാണ്. ദൈവ ഉദ്ദേശമില്ലാതെ ഒരു മനുഷ്യനെ പോലും, ഒരു വ്യക്തിയെപ്പോലും, ഒരു മൃഗത്തെയോ ഒരു ഇഴജാതിയോ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആമേൻ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതെന്നറിയാമോ? ആരാധിക്കാൻ, ദൈവവചനം പഠിക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നേടുവാൻ. സാത്താൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് വചനം പഠിക്കുക എന്ന് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന്, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. നീ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, നീ വചനം പഠിക്കാൻ പാടില്ല, നീ പാടാൻ പാടില്ല, നീ പ്രസംഗിക്കാൻ പാടില്ല, നീ പ്രാർത്ഥിക്കാൻ പാടില്ല, നീ അന്യഭാഷയെ ആരാധിക്കാൻ പാടില്ല. ഇതൊക്കെ ശത്രുവിൻ്റെ പ്ലാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു? ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് ഒരു കാര്യം പറയും. 21-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് ഒരു കാര്യം പറയുന്നു. അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ആമേ. ക്രോധ ദിവസത്തിങ്കൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചില ഭാഗം ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ചില ദർശനങ്ങളുണ്ട്. ആ ദർശനത്തെ തകർക്കാൻ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ സ്നേഹിതന്മാർ, തൻ്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ എല്ലാവരും ഒരുപോലെ നിന്നില്ലേ? എന്തിനാണെന്നറിയാമോ? ഈ ദൈവത്തെ വിട്ട് മാറാൻ. എൻ്റെ ദൈവ പൈതലേ, നീ ക്ലാസ്സിൽ നിന്ന് മാറാൻ പിശാച് പണിപ്പെട്ട കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിന്റെ ക്ലാസ് മുടക്കാൻ, നിന്നെ പഠിക്കാൻ അനുവദിക്കാതെ, ആമേൻ, പിശാച് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കണം എന്നറിയാമോ? അപ്പോൾ ഓരോ ദിവസവും ശത്രു എങ്ങനെയെന്നറിയാമോ അവൻ ബലം പ്രാപിക്കുന്നത്? നിന്റെ വീഴ്ച കണ്ട. സ്തോത്രം. നീ ഇടയാക്കരുത്. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകുന്നു. ക്രോധ ദിവസത്തിങ്കൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദുഷ്ടൻ്റെ ആമേൻ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യും? തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനകത്ത് ദൈവപൈതലെ പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നു നോക്കൂ. അതിനകത്ത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയുടെ അതിരത്തു നിന്നൊരു വാക്ക് പുറത്തു വരികയാണ്. എങ്കിലും എൻ്റെ ശക്തി, ആമേൻ, നിന്നെ കാണേണ്ടതിനും കാണിക്കേണ്ടതിനും, ആമേൻ, എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ നിർത്തിയത് എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടാൻ വേണ്ടിയാ. എന്നിൽ നിന്നൊരു ഉദ്ദേശമുണ്ട്. നിന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പ്ലാൻ ആണെങ്കിൽ അത് ആർക്കും തടയപ്പെടാൻ കഴിയില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ദൈവജനം. ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് നീ എത്തിപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ എത്തിപ്പെടാതിരിക്കാൻ ശത്രു ഭയങ്കരമായിട്ട് പരിശ്രമിക്കും. നിൻ്റെ ഉപജീവന വഴി, നിൻ്റെ ആത്മീയ മണ്ഡലം, നിൻ്റെ വ്യക്തിപരമായ ജീവിതമൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുക, കർത്താവിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ദൈവം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.